Hello guys, it's me, Catchy Camera. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഫോട്ടോ കണ്ടില്ലേ, അതെങ്ങനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത ഈ തരത്തിലാക്കാന്നാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, നമുക്ക് ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു പൂവിൻ്റെ ആവശ്യമുണ്ട്. അതിന് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ കാണാം ഇഷ്ടമുള്ള കുറേ പൂക്കളുണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിന് മുമ്പ് ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു ലെൻസിൻ്റെ. അതിലത്തെ മാക്രോ ലെൻസ് വെച്ചാണ് നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ എടുക്കാം. ഇതാണ് നമ്മുടെ ലെൻസ്, ഇത് വെച്ചാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. നമുക്ക് കിട്ടിയ ഫോട്ടോ ഇതാണ്. നേരത്തെ കാണിച്ച പൂവല്ല, അതിൻ്റെ ഇതിലുകളൊന്നും ഒരു വൃത്തിയില്ല, ആകെ കൊഴിഞ്ഞിരിക്കണ മാതിരി. അപ്പോൾ നമുക്കിതിന് എഡിറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മുടെ പിക്ക് നേരെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ പിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എഡിറ്റ് ചെയ്യാം. അതിനായിട്ട് എല്ലാം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യു ക്യാൻ പ്രിഫർ ദിസ്. ബ്രൈറ്റ്നെസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലത്തെ സാധനത്തിന് ക്ലിക്ക് ചെയ്തിട്ട് മിക്സ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ യെല്ലോ നല്ലോണം കൂട്ടിയിടുക. യെല്ലോ കുറച്ചിടരുത്, അപ്പോൾ നടുക്കത്തെ മഞ്ഞ കളർ പോവും. പിന്നെ ഗ്രീൻ നല്ലോണം കുറച്ചിട്ടോ, ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്ക് ആവാനായിട്ട്. അതിൻ്റെ അറ്റത്തെ റോസ് കളറൊന്നും കുറച്ചിടരുത്, അപ്പം നമ്മുടെ പൂവാകെ വൃത്തികേടാവും. അത് ഇത്തിരി കൂട്ടിക്കിടന്നോട്ടെ, എന്നാലും ആ ഒരു കളർ നിൽക്കുള്ളൂ. അത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. അത് നമ്മുടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ കഴിഞ്ഞ് ഡണ്ണ് കൊടുക്കുക. ഇനി അതിൻ്റെ അടിയിലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് കൂട്ടി കൊടുക്കുക. ക്ലാരിറ്റി ഇപ്പോൾ തൊടണ്ട. ക്ലാരിറ്റി ചില പൂക്കൾക്ക് മാത്രമേ ക്ലാരിറ്റി കൂട്ടിയിട്ടാൽ ഭംഗി ഉണ്ടാവുള്ളൂ. ചിലതിനാകെ ഒരുമാതിരി വൃത്തികെട്ട ലുക്കൊക്കെ തോന്നും. പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ വിഗ്നിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നല്ലോണം മൈനസ് ചെയ്തിടുക. അപ്പോൾ നല്ലോണം ബ്ലാക്ക് ആവും. ആ കോർണറൊക്കെ നല്ലോണം ബ്ലാക്ക് ആവും. ഇനി ആ മിഡ് പോയിൻറ്റും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ കാര്യത്തിൽ കിടക്കാൻ പോകുന്നത്. അവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബേസിക് ആയിരിക്കും കിടക്കുന്നുണ്ടാവും. അവിടെ വിൻറ്റേജിലാക്കിയിടുക. എന്നിവിടെ കുറേ വിൻറ്റേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വിൻറ്റേജ് 6 അല്ലെങ്കിൽ 7 കൂട്ടിയിട്ടാലാണ് നമുക്ക് ആ മൂഡി എഫക്റ്റ് കിട്ടുള്ളൂ. 7 അത്ര രസമില്ല. അതിന് നമുക്ക് 6 നോക്കാം. വിൻറ്റേജ് 6 ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് നമ്മൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ കിട്ടി. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ. അപ്പോൾ വിൻറ്റേജ് 6 ഇടുക. അതൊരു 100 എടുക്കണ്ടാവുക. 116, 120 ഇടുക. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്ക് അവസാനം ഇതുപോലെ കിട്ടും. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഉറപ്പായ നേരെ എക്സ്പോർട്ട് ചെയ്യാം നമ്മുടെ പിക്ക്. പൂവിൻ്റെ ഈ സൈഡിലൊരു ഷെയ്ഡ് കണ്ടില്ലേ, ആ ഷെയ്ഡ് എങ്ങനെ വെക്കാനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ പിക്ക് നേരെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അവിടെ പോയിട്ട് യെല്ലോ ലൈറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അടിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറേ കാണാൻ പറ്റും. ഇതുപോലെ ഗോൾഡൻ കളറിൽ കാണാൻ പറ്റും. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡ് ആവണം. ഇൻ്റർനെറ്റ് ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് അത് നല്ലോണം സൂം ചെയ്തിട്ട് ആ അറ്റത്ത് കൊണ്ടുപോയി വെക്കുക. ആ അറ്റത്ത് കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ബ്ലെൻഡിൽ പോവുക.
എന്നിട്ട് അവിടെ ലൈറ്റും കൊടുക്കുക. ലൈറ്റും കൊടുക്കുമ്പോൾ കറക്റ്റ് സൂര്യപ്രകാശം വരുന്നൊരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും. നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ വേണമെങ്കിൽ ഇടാം, ഇഷ്ടമുള്ളത് ഇടാം. നിങ്ങൾക്ക് ലൈറ്റിനായിരിക്കും ഇത്രയും കൂടി നല്ല ഭംഗി ഉണ്ടാവുക. അപ്പം ഈ ഫോട്ടോയിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ പിക്ക് അവസാനം നമുക്ക് ഇതുപോലെ കിട്ടും. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ പൊന്തി വരും, അതൊന്ന് ഇടിച്ച് പൊട്ടിച്ച് ഓളിലിട്ട് വെക്കുക. യോ, ഇറ്റ്സ് മീ, Catchy Camera, signing off.